ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഝാർഖണ്ഡിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സർക്കാർ ഇന്ന് നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടും. കേരളത്തിൽ +1 പ്രവേശനത്തിന്റെ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. സിംബാബ്വെക്കെതിരായ 2ാം പുരുഷ T20 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 100 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 3 ദിവസം നീളുന്ന സന്ദർശനത്തിൽ റഷ്യ ഓസ്ട്രിയൻ പ്രസിഡന്റുമാരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്. മോസ്കോ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം തുടങ്ങി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ഉഭയകക്ഷി പ്രശ്നങ്ങൾ അവലോകനം ചെയ്യും. സമകാലിക പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചയാകും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണപ്രകാരമാണ് ശ്രീ മോദിയുടെ സന്ദർശനം. ബ്രിക്സ്, G20, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ കൂട്ടായ്മകളിൽ ഇരു രാജ്യങ്ങൾക്കുമുള്ള നിലവിലെ സ്ഥാനങ്ങളും ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രിയ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻ ഡെർ ബെല്ലനുമായും ഓസ്ട്രിയ ചാൻസലർ കോൾ നെഹമറുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയിൽ നിന്നും ഓസ്ട്രിയയിൽ നിന്നുമുള്ള വ്യാവസായിക പ്രമുഖരെ പ്രധാനമന്ത്രിയും ചാൻസലറും അഭിസംബോധന ചെയ്യും. 41 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഓസ്ട്രിയൻ സന്ദർശനമാണിത്. ബുധനാഴ്ച വരെ നീളുന്ന സന്ദർശനത്തിനിടയിൽ മോസ്കോയിലെയും വിയന്നയിലുമുള്ള ഇന്ത്യൻ സമൂഹവുമായും ശ്രീ മോദി സംവദിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷ വീണ്ടും നടത്തണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നൽകിയ ഹർജികൾ ഉൾപ്പെടെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് 26 ഹർജികളിൽ വാദം കേൾക്കും. ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം. വിഷയത്തിൽ കേന്ദ്രം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. തെളിവുകളുടെ അഭാവത്തിൽ നീറ്റ് UG 2024 വീണ്ടും നടത്തേണ്ട ആവശ്യമില്ലെന്നും പുതിയ പരീക്ഷ ലക്ഷക്കണക്കിന് യഥാർത്ഥ ഉദ്യോഗാർത്ഥികളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. അദാനി ഗ്രൂപ്പിനെതിരെ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ മുൻകൂർ പകർപ്പ് ന്യൂയോർക്ക് ആസ്ഥാനമായ ഹെഡ്ജ് ഫണ്ട് മാനേജർ മാർക്ക് കിങ്ടണുമായി പങ്കുവച്ച സംഭവത്തിൽ ഹിൻഡൻബർഗ് റിസർച്ചിന് സെബി നോട്ടീസ് അയച്ചു. റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം അദാനി ഗ്രൂപ്പിന്റെ 10 സ്ഥാപനങ്ങളുടെ $150 ലക്ഷം വിപണി മൂല്യം ഇടിഞ്ഞതായും ഇതിന്റെ ലാഭം കിങ്ടണിന്റെ ഹെഡ്ജ് ഫണ്ടും കൊട്ടക് മഹീന്ദ്ര ബാങ്കുമായി ബന്ധമുള്ള ഒരു ബ്രോക്കറിനും ലഭിച്ചതായും കാരണം കാണിക്കൽ നോട്ടീസിൽ സെബി ചൂണ്ടിക്കാട്ടുന്നു. അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് തെറ്റായ വിവരം പ്രചരിപ്പിച്ച് ഹിൻഡൻബർഗ് ലാഭം ഉണ്ടാക്കിയതായും സെബി കുറ്റപ്പെടുത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മണിപ്പൂർ സന്ദർശിക്കും. മണിപ്പൂരിലെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങളെ രാഹുൽ ഗാന്ധി സന്ദർശിക്കും. മണിപ്പൂർ ഗവർണർ അനുസൂയ യുകിയുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്തും. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി മണിപ്പൂരിൽ സുരക്ഷ ശക്തമാക്കി. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രവേശന പരീക്ഷയുടെ ഉത്തരസൂചികകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഫലം ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് ഔദ്യോഗിക വിവരം. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ സ്കോറുകൾ സംബന്ധിച്ചും സർവകലാശാലകളിലേക്കുള്ള പ്രവേശന സാധ്യതകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പരിശോധിക്കാമെന്നും NTA അറിയിച്ചു. 13 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ പൊതുപ്രവേശന പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തത്. ഝാർഖണ്ഡിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സർക്കാർ ഇന്ന് വിശ്വാസ വോട്ട് തേടും. ഇതിനായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഇന്ന് ചേരും. എല്ലാ JMM MLA മാരോടും സഭയിൽ ഹാജരാകാൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ നിർദ്ദേശിച്ചു. സഖ്യകക്ഷികളിലെ കോൺഗ്രസ്, RJD, CPI-ML MLA മാരോട് വിശ്വാസ വോട്ടെടുപ്പിനായി സഭയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശ്വാസ വോട്ട് നേടണമെങ്കിൽ 39 MLA മാരുടെ പിന്തുണ വേണം. JMM 27, കോൺഗ്രസ് 17, RJD, CPI-ML എന്നിവർ ഉൾപ്പെടുന്ന 46 MLA മാരുടെ പിന്തുണ നിലവിൽ ഹേമന്ത് സോറൻ സർക്കാരിനുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മയ്ക്കെതിരെ സമൂഹമാധ്യമത്തിൽ നടത്തിയ പരാമർശത്തിൽ തൃണമൂൽ MP മഹുവ മൊയ്ത്രയ്ക്കെതിരെ കേസെടുത്ത് ഡൽഹി പോലീസ്. രേഖ ശർമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. മഹുവ മൊയ്ത്രയുടെ പരാമർശത്തിൽ നേരത്തെ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 22-ന് ആരംഭിക്കും. ഓഗസ്റ്റ് 12 വരെ സമ്മേളനം തുടരുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി
കിരൺ റിജിജു സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. 2024-25 കേന്ദ്ര ബജറ്റ് ജൂലൈ 23 ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. +1 പ്രവേശനത്തിന്റെ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ വൈകിട്ട് 4 വരെ പ്രവേശനം നടക്കും. അലോട്ട്മെന്റ് നേടിയവർ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. സ്ഥിരപ്രവേശനം നേടിയില്ലെങ്കിൽ പ്രവേശന പ്രക്രിയയിൽ നിന്ന് പുറത്താകും. കേരളത്തിൽ റേഷൻ കടകൾ ഇന്നും നാളെയും അടച്ചിടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരികൾ കടയടപ്പ് സമരം പ്രഖ്യാപിച്ചതോടെയാണ് റേഷൻ വിതരണം മുടങ്ങുന്നത്. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിൽ ഇന്ന് 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. ഇതോടൊപ്പം കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ഉപക്ഷേപം പരിഗണനയ്ക്കെടുക്കും. ഈ മാസം 11 വരെയാണ് സഭ സമ്മേളിക്കുന്നത്. അമർനാഥ് തീർത്ഥാടനത്തിനായി 5803 പേരടങ്ങുന്ന സംഘം ഭഗവതി നഗർ യാത്രി നിവാസ് ബേസ് ക്യാമ്പിൽ നിന്ന് യാത്ര ആരംഭിച്ചു. 218 വാഹനങ്ങളിലായാണ് സംഘം യാത്ര തിരിച്ചത്. 4521 പുരുഷന്മാരും 1139 സ്ത്രീകളും 9 കുട്ടികളും 124 സന്യാസിമാരും 10 സന്യാസിനിമാരും സംഘത്തിലുണ്ട്. 1862 തീർത്ഥാടകർ ബാൾട്ടാലിൽ നിന്നും 3941 പേർ പഹൽഗാം ബേസ് ക്യാമ്പിൽ നിന്നുമാണ് യാത്ര ആരംഭിച്ചത്. ഫ്രാൻസിൽ 2ാം ഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. 60% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 40 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് നിരക്കാണിത്. ഫ്രാൻസിൽ തൂക്കു മന്ത്രിസഭയ്ക്ക് സാധ്യതയെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഇടതുപക്ഷ പാർട്ടിയായ ന്യൂ പോപ്പുലർ ഫ്രണ്ടിനാണ് കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയെന്നും ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ഇമ്മാനുവൽ മാക്രോയുടെ പാർട്ടിയും സഖ്യകക്ഷികളും 2ാം സ്ഥാനത്തും നാഷണൽ റാലി പാർട്ടി 3ാം സ്ഥാനത്തും എത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടായേക്കുമെന്നാണ് സൂചന. ഇക്കഴിഞ്ഞ ജൂൺ 9 പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ പാർലമെന്റ് പിരിച്ചുവിടുകയും ഇടക്കാല തെരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തത്. നേപ്പാളിൽ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന കനത്ത മഴയിലും മണ്ണിടിച്ചിലും 15ഓളം പേർ മരിച്ചു. 2 പേരെ കാണാതാവുകയും 17ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് നേപ്പാൾ പോലീസ് അറിയിച്ചു. 2 ദിവസത്തിനിടെ 125ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പല പ്രധാന റോഡുകളും പൂർണ്ണമായും അടച്ചു. കഴിഞ്ഞ മാസം 10 ആരംഭിച്ച കാലവർഷത്തെ തുടർന്ന് നേപ്പാളിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. 48 പേർക്ക് ഇതുവരെ ജീവൻ നഷ്ടമായി. സിംബാബ്വെക്കെതിരായ 2ാം പുരുഷ T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 100 റൺസ് ജയം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 2 വിക്കറ്റിൽ 234 റൺസ് നേടി. എന്നാൽ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സിംബാബ്വെ 18.4 ഓവറിൽ 134 റൺസ് എടുത്ത് എല്ലാവരും പുറത്താവുകയായിരുന്നു. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ 3ാം മത്സരം മറ്റന്നാൾ നടക്കും. വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ചെന്നൈയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 177 റൺസ് നേടി. എന്നാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് കനത്ത മഴ പെയ്തതിനാൽ കളി ഉപേക്ഷിക്കുകയായിരുന്നു. പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെ മത്സരം നാളെ നടക്കും. നിലവിൽ 1-0 ദക്ഷിണാഫ്രിക്ക പരമ്പരയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ഫ്രാൻസിൽ നടന്ന പാരീസ് ഡയമണ്ട് ലീഗിൽ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ ഇന്ത്യയുടെ അവിനാഷ് സാബിൾ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചു. സ്വന്തം റെക്കോർഡ് 1 സെക്കൻഡിൽ കൂടുതൽ മെച്ചപ്പെടുത്തിയാണ് അവിനാഷിന്റെ നേട്ടം. ഇന്ത്യയ്ക്ക് 2ാം T20 ക്രിക്കറ്റ് ലോകകപ്പ് നേടിത്തന്ന രോഹിത് ശർമ്മ 2025 വരെ ടെസ്റ്റ് ഏകദിന ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി തുടരുമെന്ന് BCCI. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയെ രോഹിത് നയിക്കുമെന്ന് BCCI സെക്രട്ടറി ജയ് ഷാ പറഞ്ഞു. രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ 2 ടൂർണമെന്റിലും ഇന്ത്യ ട്രോഫി നേടുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഝാർഖണ്ഡിൽ ഹേമന്ത് സോറൻ സർക്കാർ ഇന്ന് നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടും. കേരളത്തിൽ +1 പ്രവേശനത്തിൽ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. സിംബാബ്വെക്കെതിരായ 2ാം പുരുഷ T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 100 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.